ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. കൂടെ റീനു. താനേ പൂവിട്ട മോഹം, മൂകം വിതുമ്പും നേരം, പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. നഷ്ടപ്രണയങ്ങൾ എന്നും ഒരു ശാന്ത നൊമ്പരമാണ്. ശാന്തരായിട്ടൊന്നും റിയാക്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയെന്നൊന്നും ഇരിക്കില്ല. പക്ഷെ പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞിട്ട് ശാന്തതയുള്ള കുറച്ചൊരു നാളുകളുണ്ട്. അന്ന് നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് നല്ലതിനായിരുന്നില്ല, പക്ഷേ നമ്മൾ എന്തിനാ കരഞ്ഞെന്നൊക്കെ അല്ലേ. എങ്കിലും അതൊരു നൊമ്പരമായി എന്നും ഒന്നും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. ഇങ്ങനെ പ്രണയത്തെ മനസ്സിലാക്കിയ, പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന, പ്രണയത്തെ പ്രണയിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Happiness is love and to be loved. Welcome back to Love Bites on Club FM. ഞാൻ റീനു. സന്തോഷം എപ്പോഴാണ് കിട്ടുക? ഒരാളെ പ്രണയിക്കുമ്പോൾ മാത്രമല്ല, ആ പ്രണയം അതുപോലെ തന്നെ തിരിച്ചും കിട്ടണം. അത് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രണയത്തിന് എന്ത് മധുരമുള്ളേ ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷെ പൂർണ്ണമായിട്ടും സന്തോഷം വരണമെങ്കിൽ കൊടുത്ത പ്രണയം അതുപോലെ എങ്കിലും തിരിച്ചു കിട്ടണം. കൂടുതൽ കിട്ടണം എന്നാണ് ആഗ്രഹം, അത്രയും പറ്റില്ലല്ലോ. അതെ, ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തരം തരുമോ? പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇന്നൊരു സെലിബ്രിറ്റി ഗസ്റ്റ് റീനുവിൻ്റെ കൂടെ ലവ് ബൈറ്റ്സിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈയിടെ ഒരു സിനിമ കൊണ്ടുവന്ന് നമ്മളെല്ലാം ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട്. ആരാന്ന് ഞാൻ പറയണോ? വേണ്ട, അദ്ദേഹം തന്നെ പറയട്ടെ. ഹലോ, ഞാൻ വിനയൻ ഓൺ ലവ് ബൈറ്റ്സ്. ഇന്ന് 1 മണി വരെ നമ്മുടെ കൂടെ അദ്ദേഹവും ഉണ്ടാവും. സോ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഡ്രാക്കുളയെ കുറിച്ച് വായിക്കാത്ത ആരല്ലേ? നമ്മളൊക്കെ ഒരുപാട് ഡ്രാക്കുള മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ വിനയനാണുള്ളത്. ഡ്രാക്കുളയെ കുറിച്ച് എന്താ പറയാ? ഡ്രാക്കുളയുടെ പ്രണയത്തെ കുറിച്ച് കേട്ടോ. ഡ്രാക്കുളയുടെ പ്രണയം ഏറ്റവും കൂടുതൽ ഹൃദയസ്പൃക്കാണ്. ഡ്രാക്കുള ഒരു പ്രണയദാഹിയായിരുന്നു. ഡ്രാക്കുള ആ പ്രണയത്തിൻ്റെ ഇഷ്യൂവിൽ തന്നെ ഇപ്പം പ്രതികാരദാഹിയാണ്. ഡ്രാക്കുള ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്ന കാമുകി തനിക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഉത്തരവാദിത്വം മുഴുവൻ ഈശ്വരനാണ് കൊടുത്തത്. നിങ്ങളാണ് കാരണക്കാരൻ. അങ്ങനെ ഈശ്വരശാപത്താൽ പ്രേതമായ ഡ്രാക്കുള എന്ന് പറയുന്ന മനുഷ്യൻ ഏത് പെണ്ണിനെ, ഡ്രാക്കുളയുടെ കണ്ണിൽ നോക്കിയാൽ ഒരു പെണ്ണിനും കണ്ണ് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് ആ കഥയിൽ പറയുന്നത്. ഡ്രാക്കുള ഇരുളിൻ്റെ മറവിൽ മഞ്ഞ് പോലെ വരും. മഞ്ഞ് കൂടുതലായിട്ട് ജനലുകൾ വരുന്നെങ്കിൽ സൂക്ഷിച്ചോളൂ, ഡ്രാക്കുള ഉണ്ടായേക്കാം. ഞാൻ നോക്കണുണ്ട് കേട്ടോ. ഈ രാത്രി എന്നെ പേടിപ്പിക്കല്ലേ. ഞാൻ മനസ്സ് നിറയെ പ്രണയവുമായിട്ടായിരിക്കുന്നത്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഈ ഡ്രാക്കുളയുടെ കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പറയും, അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചും. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എനിക്കിപ്പോൾ നല്ല പേടിയും വരുന്നുണ്ട്. മനസ്സ് നിറയെ പ്രണയവുമായി വന്ന് പേടിച്ച് വരച്ചിരിക്കുന്ന റീനുവാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. എൻ്റെ കൂടെ വിനയനുണ്ട്. സാർ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡ്രാക്കുള ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കണ്ടെന്നാണ്. നോക്കിയിട്ട് കാണാനില്ല ബാക്കി. ആ ഡ്രാക്കുളയ്ക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്, വളരെ വശ്യമായ ഗന്ധം. യഥാർത്ഥത്തിൽ ഡ്രാക്കുള ഡെഡ് ബോഡിയാണ്. 100 വർഷങ്ങളായിട്ട് അഴുകാത്ത ഡെഡ് ബോഡി, ഹൃദയമില്ലാത്ത, ബ്ലഡ് ഇല്ലാത്ത ഡെഡ് ബോഡി. അപ്പോൾ പക്ഷേ ആ ഡ്രാക്കുള വന്നു കഴിയുമ്പോൾ ഏതൊരു സ്ത്രീക്കും ആ ഡ്രാക്കുളയോട് പ്രണയമുണ്ടാകുന്നു. പ്രണയത്തിനൊടുവിൽ അവിടെ ജീവൻ തന്നെ എടുത്തിട്ട് ഡ്രാക്കുള പോടും. പക്ഷേ അവൾ വീണ്ടും ഡ്രാക്കുളയെ കാത്തിരിക്കുന്നു. ഡ്രാക്കുള ബൈറ്റ് ചെയ്യാനായിട്ട് മോഹിച്ചിരിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ടെന്ന് എനിക്ക് ഒത്തിരി പേരുടെ എൻ്റെ ഫേസ്ബുക്കിൽ ആദ്യകാലങ്ങളിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇത് അനൗൺസ് ചെയ്തപ്പം, ഡ്രാക്കുള ഞങ്ങൾക്ക് ജനലിൽ കൂടി ഡ്രാക്കുള ഇങ്ങനെ മിസ്റ്റായിട്ട് വരുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു കഥാതന്തു എഴുതിയിരുന്നു. ആ സമയത്ത് എനിക്ക് ഒത്തിരി പേര് അതിനകത്ത് സജഷൻ ചെയ്തിരുന്നു. പെൺകുട്ടികൾ ഡ്രാക്കുളയെ സ്വപ്നം കാണുന്നു. വേണ്ട, ഞാനൊരു പെൺകുട്ടിയാണ്. ഞാൻ ഒരിക്കലും ഡ്രാക്കുളയെ സ്വപ്നം കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമുക്ക് വേറെ വിശേഷങ്ങൾ ചോദിക്കാമല്ലേ? കേട്ടുകൊണ്ടിരിക്കുക റീനുവിനും വിനയനും ഒപ്പം ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.